നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ലോകത്ത് ഇന്ന് വരെ ആർക്കും വായിക്കാൻ കഴിയാത്ത, ഒരു വാക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പുസ്തകമുണ്ടെന്ന്? ഒരു കമ്പ്യൂട്ടറിനോ ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞർക്കോ എന്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോ പോലും അതിൻ്റെ രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതെ, നമ്മൾ ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലും ശാസ്ത്രലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുസ്തകം നിലനിൽക്കുന്നുണ്ട്. പേര് വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ്. ലോകത്തെ ഏറ്റവും വലിയ രഹസ്യ ഗ്രന്ഥം. എന്താണ് ഈ പുസ്തകം? ആരാണ് ഇത് എഴുതിയത്? ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? ഇതെല്ലാം തന്നെ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ കഥ തുടങ്ങുന്നത് 1912-ലാണ്. വിൽഫ്രീഡ് വോയിനിച്ച് എന്ന പുരാതന പുസ്തക വ്യാപാരി ഇറ്റലിയിലെ ഒരു കോളേജിൽ നിന്ന് വിചിത്രമായ ഒരു കയ്യെഴുത്ത് പ്രതി കണ്ടെത്തുന്നു. മൃഗങ്ങളുടെ ചർമ്മം കൊണ്ടുണ്ടാക്കിയ 240 പേജുകളുള്ള ഒരു പുസ്തകം. ശാസ്ത്രജ്ഞർ പിന്നീട് ഇതിൻ്റെ പേജുകൾ കാർബൺ ഡേറ്റിങ്ങിന്, അതായത് പഴക്കം നിർണ്ണയിക്കുന്ന രീതിക്ക് വിധേയമാക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വന്നു. ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് AD 1404-നും 1438-നും ഇടയിലാണ്. അതായത് ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇതിലെ ഒരു വരി പോലും വായിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രയും നിഗൂഢമാകുന്നത്? അതിന് കാരണം ഇതിലെ വിചിത്രമായ ചിത്രങ്ങളും ഭാഷയുമാണ്. ഈ പുസ്തകം പ്രധാനമായും 6 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഹെർബൽ സെക്ഷൻ. ഇതിൽ 100-ലധികം സസ്യങ്ങളുടെ ചിത്രങ്ങളുണ്ട്. പക്ഷേ അതിശയിപ്പിക്കുന്ന കാര്യം, ഇതിലുള്ള ഒരൊറ്റ സസ്യം പോലും ഇന്ന് ഭൂമിയിലുള്ളവയല്ല. ശാസ്ത്രത്തിന് ഇന്ന് വരെ തിരിച്ചറിയാൻ കഴിയാത്ത തരം ചെടികൾ. ആസ്ട്രോണോമിക്കൽ സെക്ഷൻ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, രാശിചക്രങ്ങൾ എന്നിവയുടെ ഭൂപടങ്ങൾ. 3. ബയോളജിക്കൽ സെക്ഷൻ. വിചിത്രമായ പൈപ്പുകളിലൂടെയും ട്യൂബുകളിലൂടെയും ഒഴുകുന്ന പച്ച ദ്രാവകത്തിൽ കുളിക്കുന്ന നഗ്നരായ സ്ത്രീകളുടെ ചിത്രങ്ങൾ. ഇതിനൊപ്പം ഇടതുവശത്ത് നിന്ന് വലത്തോട്ട് വളരെ വൃത്തിയായി എഴുതിയ അക്ഷരങ്ങൾ. ഇതൊരു ഭാഷയാണെന്ന് തോന്നുമെങ്കിലും ലോകത്ത് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭാഷയുമായും ഇതിന് ബന്ധമില്ല. 2-ാം ലോക മഹായുദ്ധ സമയത്ത് ശത്രുക്കളുടെ അതീവ രഹസ്യ കോഡുകൾ തകർത്ത ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിപ്റ്റോഗ്രാഫർമാർ ഈ പുസ്തകം വായിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ആധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ച് ഇതിൻ്റെ ഭാഷ കണ്ടെത്താൻ നോക്കി. അതും പരാജയപ്പെട്ടു. പല തിയറികളും ഇതിനെപ്പറ്റി പറയാറുണ്ട്. ചിലർ പറയുന്നു ഇതൊരു അന്യഗ്രഹജീവി എഴുതിയതാണെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് 15-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ ശാസ്ത്രജ്ഞൻ ലോകത്തിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ ആഗ്രഹിച്ച വലിയൊരു മെഡിക്കൽ രഹസ്യമാണിതെന്നാണ്. എന്നാൽ ഇത് വെറുമൊരു വ്യാജ പുസ്തകമാണ്, ആരെയോ പറ്റിക്കാൻ എഴുതിയതാണെന്ന് വാദിക്കുന്നവരും കുറവല്ല. പക്ഷേ അത്രയും പെർഫെക്റ്റായ ഒരു വ്യാകരണ രീതി ഈ പുസ്തകത്തിനുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. ഇന്ന് ഈ വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് അമേരിക്കയിലെ യേൽ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും ആ പുസ്തകത്തിൻ്റെ ആദ്യ പേജിലെ ആദ്യത്തെ വാക്ക് എന്താണെന്ന് പോലും നമുക്ക് കണ്ടെത്താനായിട്ടില്ല. മനുഷ്യബുദ്ധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ രഹസ്യം ഇന്നും തുടരുകയാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇതൊരു അന്യഗ്രഹജീവി സന്ദേശമാണോ അതോ വലിയൊരു ശാസ്ത്ര രഹസ്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നിഗൂഢതയുമായി വീണ്ടും കാണാം.